സംസ്ഥാനത്ത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടം 3 പഞ്ചായത്തുകൾ LDFിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ ജില്ലയിലെ നാട്ടിക, ഇടുക്കിയിലെ കരിമണ്ണൂർ, പാലക്കാട് തച്ചമ്പാറ എന്നീ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചിരിക്കുകയാണ് UDF. ആന്റണി ജി ജോർജ് ചേരുന്നു. ആന്റണി, പൊതുവായിട്ടുള്ള ചിത്രം. തീർച്ചയായും 31 സംസ്ഥാനത്തെ 11 ജില്ലകളിൽ 31 തദ്ദേശ വാർഡുകളിലേക്കാണ് ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ വോട്ടെണ്ണലും ഇന്ന് നടന്നു. അതിൽ UDFനാണ് നിലവിൽ മേൽക്കൈ എന്ന് പറയുന്നത്. അതിൽ നിലവിൽ 3 പഞ്ചായത്തുകളിൽ ഭരണം UDF പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് പാലക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത്, ഇടുക്കി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ തൃശൂർ നാട്ടിക ഗ്രാമപഞ്ചായത്ത്. ഈ 3 ഇടങ്ങളിലും UDF ഭരണം പിടിച്ചെടുത്തു എന്നുള്ളതാണ് LDFിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പുറമെ സീറ്റുകളുടെ എണ്ണത്തിലും അവർക്ക് വർധന ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. നിലവിൽ 16ഓളം സീറ്റുകളിൽ നിലവിൽ UDF മുന്നിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 16 സീറ്റുകളാണ് UDF വിജയിച്ചിട്ടുള്ളത്. 11 സീറ്റുകൾ LDF ജയിച്ചിട്ടുണ്ട്. 3 സീറ്റുകളിൽ NDAയും അവിടെ വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് 31-ൽ 16 മുന്നേറാൻ UDFന് കഴിഞ്ഞു. UDFന് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയം തന്നെയാണ് പ്രധാനമായും ഉള്ളത്. മറ്റൊന്നുള്ളത്, ഈ ചില സീറ്റുകൾ LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തപ്പോൾ UDFിൽ നിന്ന് LDFും സീറ്റുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നിരണം പഞ്ചായത്തിലെ കിഴക്കുമുറി LDFിൽ നിന്ന് UDF പിടിച്ചെടുത്ത ഒരു സീറ്റാണ്. അതുപോലെ തന്നെ മറ്റ് ഈ 3 പഞ്ചായത്തുകൾക്കൊപ്പം ശ്രദ്ധേയമായ ഒരു മത്സരം നടന്നത് കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ ഇളകൊള്ളൂർ ഡിവിഷനിലാണ്. അവിടെ UDFന് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഭരണമാറ്റത്തിലേക്ക് പോയില്ല. ഈ സീറ്റിലെ വിജയം ഏറെ നിർണായകമായിരുന്നു. UDFനെ സംബന്ധിച്ച് അവിടെ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്ത് ചടയമംഗലം പഞ്ചായത്തിലെ പൂങ്കോട് CPM സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കൊല്ലത്ത് വെസ്റ്റ് കന്നഡ പഞ്ചായത്തിലെ നടുവിലക്കര വാർഡ് UDFിൽ നിന്ന് LDF പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ NDA അവരുടെ സീറ്റ് നിലനിർത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ ജുമാ മസ്ജിദ് വാർഡിലെ സീറ്റും LDF അവിടെ NDA BJP നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം എഴുമാറ്റൂർ സീറ്റ് കൂടി NDA വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഇടത്താണ് NDAക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ 2 ഇടങ്ങളിലേക്കാണ്, കൊല്ലത്തെ തേവലക്കര പഞ്ചായത്തിൽ 2 ഇടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ ഒരിടത്ത് കോയിവിള തെക്ക് വാർഡിൽ UDFിൻ്റെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തപ്പോൾ പാലക്കൽ വടക്ക് LDFിൻ്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതേസമയം മറ്റിടങ്ങളിലും പലയിടങ്ങളിലും UDFന് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു. മറ്റിടങ്ങളിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഏതായാലും UDFനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ വർഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. നമുക്കറിയാം, രാഷ്ട്രീയം വ്യത്യസ്തമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ അതാത് പ്രാദേശിക വിഷയങ്ങളും മറ്റുമാണ് ചർച്ചയാകുന്നതെങ്കിൽ പോലും തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ മുന്നേറ്റം UDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നതാണ്. 31-ൽ 16 UDF ജയിച്ചു. ഒരിടത്ത് കൂടി ഒരു സ്വതന്ത്രൻ, അത് UDFിൻ്റെ പിന്തുണയുള്ള സ്വതന്ത്രനാണ്. അങ്ങനെ 17 ഇടത്താണ് UDFന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം LDFനെ സംബന്ധിച്ച് LDF വിജയിച്ചിട്ടുള്ളത് LDF 10 സീറ്റുകളിലോളം ആണ് നിലവിൽ ജയിച്ചിട്ടുള്ളത്. ഏതായാലും UDFന് തന്നെയാണ് മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടം. വിവരങ്ങൾ നൽകിയത് ആന്റണി ജി ജോർജ്.